എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഷിജിൻ്റെ വർക്ക്ഷോപ്പിലാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ആക്ച്വലി നമ്മൾ ഈ ഷിജിൻ്റെ വർക്ക്ഷോപ്പ് കാണിച്ചു തരുന്നത്. കുറച്ചധികം മാറ്റങ്ങൾ ഇവിടെ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആദ്യം നോക്കാം. ബഫിങ് ഇവിടെ എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോർമലി കിളിമാനൂരാണ് ബഫിങ് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ബഫിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ വിഴിഞ്ഞ വണ്ടിയല്ലേ, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വണ്ടി. ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. ഇതിൽ ഓൾറെഡി ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പലരും പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു സീറ്റ് കുറച്ചുകൂടെ താന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. അതായത് ഓൾറെഡി നിങ്ങൾ റീസ്റ്റോർ ചെയ്ത ആ വീഡിയോയും ഇതും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കണ്ടോ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തായിരുന്നു ഇതിൻ്റെ പ്രശ്നം ആക്ച്വലി ഇരുന്നപ്പോൾ അങ്ങ് സെറ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ജസ്റ്റ് ഒരു സ്പേസ് ഒക്കെ വരുന്നത് ഇങ്ങനെ ഇരുന്ന് കുറച്ച് ഓടിച്ച് വരുമ്പോഴത്തേക്ക് അങ്ങ് സെറ്റ് ആവുന്നുള്ള വേറൊരു സംശയമില്ല കേട്ടോ. ടെസ്റ്റിന് വേണ്ടിയിട്ട് പണം ഇറക്കി പിറ്റേന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ട് പിറ്റേന്ന് ടെസ്റ്റ് ആയിരുന്നു. അതെ 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 അതെ, ചെറിയ ചാർജിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. വീണ്ടും വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ വരാൻ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു പുതിയ വണ്ടി പരിചയപ്പെടുത്തി തരാം. ഇതേ ഇരിക്കുന്ന ഈ ഒരു വണ്ടിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു കേട്ടോ, വരൂ ചേട്ടൻ തന്നെ പറഞ്ഞുതരും. ഈ വണ്ടിയുടെ ഓണറാണ്. പേരെന്താണ്? എൻ്റെ പേര് ശിവകുമാർ. ശിവകുമാർ. ചേട്ടൻ്റെ സ്ഥലം ചാരുമൂട്, കൊല്ലം ചാരുമൂട് എന്നാണ് ചേട്ടൻ. എന്തായാലും ആലപ്പുഴ ജില്ലയാണ് താമസം. ആലപ്പുഴ. ഓക്കെ, നൂറിനാട് ആ ഒരു ഭാഗം അല്ലേ? ഓക്കെ. അപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് ഈ ഒരു വണ്ടി ഇവിടെ നമ്മുടെ ഷിജിന്റെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായിരുന്നു പ്രശ്നം പറഞ്ഞോളൂ. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പറ്റ് നോയ്സ് ആയിരുന്നു. ഇതിനകത്ത് ഭയങ്കര സൗണ്ട് ആയിരുന്നു. ഏതാണ്ട് ഒരു 4 വർഷമായിട്ട് ഈ വണ്ടി കയറാത്ത വർക്ക്ഷോപ്പുകൾ ചുരുക്കമാണ്. ഈ വണ്ടിയോളം പൈസ അതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഈ പ്രാവശ്യം ഇതിനെ കൊടുത്തിട്ട് വേറെ വണ്ടി എടുക്കാവുന്ന രീതിയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്. അപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഷിജിനെ കോൺടാക്ട് ചെയ്തു. അപ്പം ഷിജിൻ പറഞ്ഞ് നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഷിജിൻ വന്ന് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഷിജിൻ റെഡിയാക്കിയിട്ട് വീഡിയോ ഇട്ടപ്പോഴും എനിക്ക് അത്രയും അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ വരുന്നത് വരെ എനിക്ക് ഈ കണ്ടീഷൻ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ശരിക്കും ഇപ്പോഴാണ് വണ്ടി ഓടിക്കാനൊരു സുഖവും, വണ്ടി കംപ്ലീറ്റ് സൈലന്റ് ആയി. അതായത് എന്തായിരുന്നു കംപ്ലൈന്റ് അത് കറക്റ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് ചേട്ടാ? എന്തായാലും 100%. ഓക്കെ, അപ്പോൾ ടാപ്പറ്റ് നോയ്സ് ഇപ്പോൾ എന്തായാലും മാറ്റിയിട്ടുണ്ട്. ടാപ്പറ്റ് നോയ്സ് മാറിയിട്ടുണ്ട്. എഞ്ചിനകത്ത് നിന്നൊരു ചെലമ്പുന്ന സൗണ്ട് ഉണ്ടായിരുന്നു, അത് പോയി, എല്ലാം പോയി. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ. ഓക്കെ, അപ്പോൾ ഷിജിനെ ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പോൾ എന്തായിരുന്നു ടാപ്പറ്റ് നോയ്സ് ആണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ടാപ്പറ്റ് നോയ്സ് ആയിരുന്നു എന്നാണ് പറയണത്. അതായിരുന്നോ ഇഷ്യൂ? വണ്ടിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ നോയ്സ് ആയിരുന്നു. പുള്ളി നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്നെ പുറത്ത് നിന്നിട്ട് കോൺടാക്ട് ചെയ്തതാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരുപാട് സ്ഥലത്ത് ഈ വണ്ടി കൊണ്ട് നോക്കി വണ്ടിക്കുള്ള കാശായെന്ന് പറഞ്ഞു. അതൊന്നും ശരിയല്ല. പുള്ളി മനസ്സ് മടുത്ത് ഇത് കൊടുക്കാനായിട്ട് വെച്ചേക്കുന്നു അല്ലേ, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ സമയത്താണ് നമ്മളെ വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ വന്നിട്ട് ചേട്ടൻ അത്ര വിശ്വാസം പോരായിരുന്നു. അങ്ങനെ ഞാൻ മുമ്പ് ചെയ്ത ഒരു വണ്ടിയുടെ വീഡിയോ അയച്ചു കൊടുത്തു. അത് കണ്ടപ്പോഴാണ് പിന്നെ പുള്ളി ഓക്കെ ആയത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും വണ്ടി പക്കയാണ്, ചേട്ടൻ സാറ്റിസ്ഫൈഡും ആണ്, അതിൽ വേറൊരു സംശയമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ജസ്റ്റ് ഒരു ഇത് ലെയ്ത്തില് പുള്ളിയാണ് ഞാൻ ലെയ്ത്തില് വർക്ക് കേൾപ്പിക്കുന്ന ആള്. ലെയ്ത്ത് പുള്ളിയാണ് എനിക്ക് പുതിയ വണ്ടിയുടെ പണിയെല്ലാം ചെയ്തു തരുന്നത്. ഇതിന്റെ പണിത പുള്ളിയാണ്. അനൂപ്. എവിടെയാണ് ലെയ്ത്ത്? എവിടെയാണ്? ഞാൻ സ്വന്തമായിട്ടാണ്. അഞ്ചുതെങ്ങില്. ഓക്കെ. അപ്പോൾ നമുക്കൊരു സമരം, ഞാൻ വരാം ദിവസം ലെയ്ത്തിലോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒരു യൂസർ എക്സ്പീരിയൻസ് മാത്രമായിരുന്നു, റീസ്റ്റോറേഷൻ അല്ല. ആക്ച്വലി ഷിജിൻ്റെ വർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്ന കാര്യം മാത്രമായിരുന്നു. പലരും ഇങ്ങനെ കമൻറ്റുകൾ വരാറുണ്ട്, ബുള്ളറ്റ് എന്തോ പൊക്കിക്കൊണ്ട് വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ, ആവശ്യമില്ലാത്ത കമൻറ്റുകൾ വരുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്ന്, ഇവിടെ നിന്നൊന്നുമല്ല, ആലപ്പുഴയിൽ നിന്നാണ് ചേട്ടൻ ഇന്നലെ വന്നത്. അപ്പോൾ ഇത് ഓടിച്ചുകൊണ്ട് പോവുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.